എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിൻ്റെ ഡേ 5 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനങ്ങൾ എല്ലാവരും മുടങ്ങാതെ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡേ 5ലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് മണി, മാന്ത്രിക പണം. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ അഭാവമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ സങ്കടത്തിലാണോ? നിങ്ങൾക്ക് അസൂയയുണ്ടോ? നിരാശയുണ്ടോ? സംശയങ്ങളാണോ പണം വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച്? ഇതുപോലെയുള്ള വികാരങ്ങൾക്കൊന്നും നിങ്ങളിലേക്ക് പണം എത്തിക്കാനാകില്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പണത്തെക്കുറിച്ചുള്ള പരാതി, പണത്തെക്കുറിച്ചുള്ള തർക്കം, പണത്തെപ്പറ്റി നിരാശ, എന്തിൻ്റെയെങ്കിലും വിലയെക്കുറിച്ചുള്ള വിമർശനം, അല്ലെങ്കിൽ പണത്തെപ്പറ്റി ആരോടെങ്കിലും മോശമായിട്ടുള്ള ചിന്ത, ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് നന്ദിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ധനസ്ഥിതി ഒരിക്കലും മെച്ചപ്പെടുത്തില്ല. പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ല എന്ന് ചിന്തിക്കുന്നത് തീർത്തും നന്ദികേടാണെന്ന് മനസ്സിലാക്കുക. പണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യം നിങ്ങൾ മനസ്സിൽ നിന്നും എടുത്തു കളയുക. ഇങ്ങനെ പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പണം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടും. ആർക്കാണോ നന്ദിയില്ലാത്തത് അവരിൽ നിന്നും ഉള്ളതുകൂടി എടുക്കപ്പെടും എന്നത്. കയ്യിൽ തീരെ പണമില്ലാത്ത ഒരാളോട് നന്ദിയുള്ള ഒരാളായിരിക്കാൻ പറയുക എന്നത് തീർത്തും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നന്ദിയില്ലാത്തവരായി തുടരുന്ന അത്രയും കാലം നമുക്ക് നമ്മുടെ സാമ്പത്തിക അവസരങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്നത്തെ മാന്ത്രിക പരിശീലനം എന്നത് ദിവസം മുഴുവൻ പരിശീലിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. ശേഷം നിങ്ങളുടെ ബാല്യകാലത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുക. നിങ്ങൾക്ക് പണം ലഭിച്ച ഓരോ സന്ദർഭങ്ങളും ഓർത്തെടുക്കുക. ഓരോന്നിനും നന്ദി പറയുക. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ പുസ്തകങ്ങളുണ്ടായിരുന്നു, കഴിക്കാൻ ഭക്ഷണമുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്നതിനാവശ്യമായ സാധനങ്ങളെല്ലാം ലഭിച്ചിരുന്നു, നിങ്ങളൊരു കുട്ടിയായിരുന്നപ്പോൾ അവധി ആഘോഷിക്കാൻ പോയ സ്ഥലങ്ങളെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളൊരു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ സൈക്കിൾ, നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ സിനിമ കാണാൻ പോയിരുന്നു, നിങ്ങൾക്ക് അസുഖം ബാധിച്ചപ്പോഴെല്ലാം നിങ്ങൾക്ക് വൈദ്യസഹായം ലഭിച്ചിരുന്നു, നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഷാംപൂ മുതലായ കാര്യങ്ങൾ ലഭിച്ചിരുന്നു. നിങ്ങൾ പലപ്പോഴായി പല പല വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. വീട്ടിൽ TV ഉണ്ടായിരുന്നു, വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നു, വീട്ടിൽ വെള്ളമുണ്ടായിരുന്നു. ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾ ₹1 പോലും കൊടുക്കാതെയാണ് അനുഭവിച്ചിരുന്നത്. ഇങ്ങനെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പണം ഉപയോഗിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് എന്ന്. ഓരോ സംഭവത്തിനും നിങ്ങളുടെ ഓർമ്മയ്ക്കും നന്ദി പറയുക. കാരണം കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ സ്വീകരിച്ച പണത്തിന് നിങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ പണം സമൃദ്ധമായി ലഭിക്കും. ഇനി നമ്മുടെ ഇന്നത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ₹5 നോട്ടോ ₹10 നോട്ടോ എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ചെറിയ പേപ്പർ എടുത്ത് അതിൽ ഇനി പറയും വിധം എഴുതുക. എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച എല്ലാ പണത്തിനും നന്ദി. ശേഷം ആ പേപ്പർ നിങ്ങളുടെ കറൻസിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ഒട്ടിക്കുക. ഇനി ഈ രൂപ എടുത്ത് നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തോ വയ്ക്കുക. അത് ഈ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും തവണ കയ്യിലെടുത്ത് അതിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന വാചകം ആത്മാർത്ഥമായി നന്ദിയോടുകൂടി എടുത്ത് വായിക്കുക. ഓരോ തവണയും വായിച്ചതിന് ശേഷം നന്ദി 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 എന്ന് പറയുക. എത്ര ആത്മാർത്ഥമായി നിങ്ങൾ നന്ദി പറയുന്നോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നമുക്കെല്ലാവർക്കും പണം വളരെയധികം അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ട് ഈ പരിശീലനം നിങ്ങൾ എല്ലാ ദിവസവും തുടരുക. കാരണം ഈ പരിശീലനം ഒരിക്കലും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല.
ദിവസവും കഴിയുന്നത്ര തവണ ഈ നോട്ട് കയ്യിലെടുത്ത് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾ പണത്തിനെതിരെ പരാതി പറയുകയാണ് എങ്കിൽ പണം അത്രയ്ക്കധികം നിങ്ങളിൽ നിന്നും അകന്നു പോകും. അതുകൊണ്ട് പണത്തിൻ്റെ ഇല്ലായ്മയെക്കുറിച്ചോ പണം പോരാത്ത അവസ്ഥയെക്കുറിച്ചോ നിങ്ങൾ എപ്പോഴെങ്കിലും പരാതി പറയാൻ തുടങ്ങുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ബുദ്ധിമുട്ടിലാക്കുകയാണ് എന്ന്. ഇനി ഈ പരിശീലനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ട 1-2 കാര്യങ്ങളെക്കുറിച്ച് പറയാം. അപ്രതീക്ഷിതമായി ചെക്കോ പണമോ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വിലക്കിഴിവ് ലഭിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തേക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ് എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിഞ്ഞേക്കാം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് മുതൽക്കങ്ങോട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും രീതിയിൽ പണം നിങ്ങൾക്ക് ശമ്പളക്കിഴിവായിട്ടോ റീഫണ്ടായിട്ടോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായ മറ്റെന്തെങ്കിലും വസ്തുക്കളായിട്ടോ ലഭിക്കുമ്പോൾ അവയ്ക്കെല്ലാം നിങ്ങൾ പണത്തിനോട് പറയുന്ന അതേ നന്ദി തന്നെ പ്രകാശിപ്പിക്കുക. ഇന്നു മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ മൂല്യത്തിനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. നേരെ പണം ആയിട്ടല്ലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ മൂല്യങ്ങളും പണം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 5-ലെ പ്രാക്ടീസ്. നിങ്ങളെല്ലാവരും മുടങ്ങാതെ ഇന്നേ ദിവസം ഈ പരിശീലനം ആവർത്തിക്കുക. അതോടൊപ്പം തന്നെ ഡേ 1-ലും ഡേ 2-ലും പറഞ്ഞ പരിശീലനവും നിങ്ങൾ തുടരുക. ഈ പരിശീലനങ്ങൾ ചെയ്യുമ്പോഴുള്ള സമയത്തല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളോടും നന്ദിയുള്ളവരായിരിക്കുക. ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് താഴെ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.